പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കാനായിട്ട് തീരുമാനിച്ചിരുന്നു. എന്നാൽ ഇത് നടപ്പാക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് കനത്ത ആക്രമണമുണ്ടായി. ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ചിട്ടാണ് പാകിസ്ഥാനെ ആക്രമിച്ച് നശിപ്പിച്ചത്. ഇത് പറയുന്നത് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായ ഷഹബാസ് ഷെരീഫാണ്. അപ്പം മാധ്യമങ്ങളോടാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇറാൻ സന്ദർശനത്തിന് ശേഷം അസർബൈജാനിലേക്ക് പോയ ഷഹബാസ് ഷെരീഫ് അവിടെ വെച്ചാണ് ഇത്തരത്തിൽ ഔദ്യോഗികമായി ഒരു കുറ്റസമ്മതം നടത്തുന്നത്. അതായത് മെയ് 9, 10 തീയതികളിൽ ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്തണം. ഇത് സംബന്ധിച്ച് പാക് ഭരണകൂടം ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു. സൈന്യവുമായി ചർച്ച ചെയ്യുന്നു. അങ്ങനെ പാക് സൈന്യാധിപനായ അസിം മുനീർ ഇക്കാര്യം ഷഹബാസ് ഷെരീഫിനെ ധരിപ്പിക്കുന്നു. മെയ് 10 തീയതി പുലർച്ചെ 4:30 പ്രാർത്ഥന, അവരുടെ ഫജ്ർ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്ത്യയെ ആക്രമിക്കുന്നു. ഇതിനായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും നടത്തി തയ്യാറെടുപ്പുകൾ പൂർത്തിയായി. പുലർച്ചെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഇന്ത്യയെ ആക്രമിക്കും. വളരെ സമാധാനപരമായിട്ട് ചർച്ചയൊക്കെ കഴിഞ്ഞ് ഷഹബാസ് ഷെരീഫ് പിരിഞ്ഞു പോകുന്നു. അസിം മുനീർ പോകുന്നു. പിന്നീട് പ്രധാനമന്ത്രി അറിയുന്നത് അസിം മുനീർ വിളിച്ചു പറയുകയാണ്, ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് കനത്ത ആക്രമണമുണ്ടായി. ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ച് നമ്മുടെ 9ഓളം സൈനിക താവളങ്ങൾ, എയർ ബേസുകൾ ആക്രമിച്ച് നശിപ്പിച്ചു. അപ്പോൾ ഇത്തരത്തിൽ കനത്ത ഒരു ആക്രമണം പുലർച്ചെ തന്നെ ഇന്ത്യ നടത്തി എന്ന് പറഞ്ഞപ്പോഴേക്കും പാകിസ്ഥാൻ ഞെട്ടിപ്പോയി. അപ്പോൾ 10 തീയതി ഒരു ആക്രമണം നടത്താനായിട്ട് പ്ലാൻ ചെയ്ത സമയത്ത് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു കനത്ത ആക്രമണം ഉണ്ടായെന്ന് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഔദ്യോഗികമായി ഒരു ഏറ്റുപറച്ചിൽ നടത്തിയിരിക്കുകയാണ്. അതും അസർബൈജാൻ എന്ന് പറയുന്ന രാജ്യത്ത് ചെന്നിട്ട് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ആക്രമണമൊക്കെ നടത്തിയപ്പോൾ നമുക്കറിയാം ചൈന ഏതാണ്ട് പരോക്ഷമായും പ്രത്യക്ഷമായും ഒക്കെ പിന്തുണച്ചിരുന്നു. പിന്നീട് ആയുധങ്ങളും ഡ്രോണുകളും ഒക്കെ കൊടുത്ത രാജ്യം തുർക്കിയാണ്. തുർക്കിക്കൊപ്പം എല്ലാത്തിനും പിന്തുണയുമായി നിന്ന രാജ്യമാണ് അസർബൈജാൻ. ഈ അസർബൈജാനിൽ ചെല്ലുമ്പോഴാണ് ഇന്ത്യ ഞങ്ങളെ ആക്രമിച്ചു, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ ആക്രമണത്തിന് വിധേയരാകേണ്ടി വന്നു, പാക് സൈന്യം കുറച്ച് അശ്രദ്ധരായിപ്പോയി, അല്ലെങ്കിൽ പാക് സേനയുടെ അശ്രദ്ധയെ കൃത്യമായിട്ട് ഇന്ത്യൻ സേന മുതലെടുത്തു എന്ന് പറഞ്ഞാൽ സൈന്യത്തെ പരോക്ഷമായി കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഈ പറയുന്നത് അവിടെ അസിം മുനീർ എന്ന് പറയുന്ന സൈനിക മേധാവിയുടെ മുമ്പിൽ വെച്ചാണ്. അപ്പോൾ സൈനിക മേധാവിയെ ഏതാണ്ട് കുറ്റപ്പെടുത്തുന്നതിന് തുല്യമായിട്ട് ഷഹബാസ് ഷെരീഫ് പറഞ്ഞു എന്ന് വേണമെങ്കിൽ വരികൾക്കിടയിലൂടെ നമുക്ക് വായിച്ചെടുക്കാം. ഇതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. കാരണം നമുക്കറിയാം, ഇപ്പം അസിം മുനീറിനെ ഫീൽഡ് മാർഷലായിട്ട് രാജ്യം പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ഫീൽഡ് മാർഷൽ പദവിയൊക്കെ നൽകുക എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധമൊക്കെ നടക്കുമ്പം ആ രാജ്യം വിജയിച്ചു കഴിയുമ്പോൾ അതിനെ നയിച്ച സൈന്യത്തിൻ്റെ അധിപന് ഒരു പ്രൊമോഷൻ കൊടുക്കുന്ന രീതിയിലാണ്. വളരെ അപൂർവമായി മാത്രമേ നൽകാറുള്ളൂ. അപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ 4 ദിവസങ്ങളിലായി നടത്തിയ ആക്രമണത്തെ ഇന്ത്യ പൂർണ്ണമായിട്ടും പ്രതിരോധിച്ചു. ആകാശ് ഉൾപ്പെടെയുള്ള നമ്മുടെ തദ്ദേശീയമായ വ്യോമ പ്രതിരോധ സംവിധാനമുണ്ട്. റഷ്യയുടെ സഹകരണത്തോടെ ലഭിച്ച S-400 ഉണ്ട്. ഇതൊക്കെ ഉപയോഗിച്ച് മുഴുവൻ ആക്രമണത്തെ നമ്മൾ തകർത്ത് തരിപ്പണമാക്കി. ഇനി ഡ്രോൺ ഉപയോഗിച്ച് തുടർച്ചയായി ആക്രമണം നടത്തി തുർക്കി നൽകിയതാണ്. ഇതിനെല്ലാം തന്നെ നമ്മൾ നശിപ്പിച്ചു. നമ്മൾ ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ചു. നമ്മളുടെ വ്യോമ ആക്രമണം മാത്രമേ നടത്തിയിട്ടുള്ളൂ. അതായത് യുദ്ധസജ്ജമായി കരസേനയുണ്ട്. എല്ലാ ആക്രമണത്തിനും തയ്യാറെടുത്തുകൊണ്ട് നമ്മുടെ നേവി കപ്പലുകളെല്ലാം തയ്യാറായി നിൽക്കുന്നു. പക്ഷേ ഇവരൊന്നും തന്നെ ആക്രമണത്തിന് മുതിർന്നില്ല. ആകാശയുദ്ധം മാത്രമേ നടന്നുള്ളൂ. ഇതാണ് ഷഹബാസ് ഷെരീഫ് അംഗീകരിക്കുന്നത്. ബ്രഹ്മോസ് ഉപയോഗിച്ച് ആക്രമിച്ചു. അപ്പോൾ ബ്രഹ്മോസ് എന്ന് പറയുന്നത് സൂപ്പർസോണിക് മിസൈൽ ആയതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഇരുന്ന് തന്നെ ഈ ആക്രമണം നടത്തിയിരിക്കാം. മറ്റൊരു കാര്യം കൂടെ സമ്മതിക്കുന്നുണ്ട്. അതായത് ഇന്ത്യയിലെ അതിർത്തി ജില്ലകളിൽ, അതായത് പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജസ്ഥാൻ, ഗുജറാത്ത്, ജമ്മു കാശ്മീർ അടക്കമുള്ള മേഖലകളിലേക്ക് ഇന്ത്യയുടെ ഭാഗത്തേക്ക് ഒരു ആക്രമണം പാകിസ്ഥാൻ നടത്തി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണം, പാകിസ്ഥാൻ്റെ മിസൈൽ ആക്രമണം ഇതൊക്കെ നടത്തിയിരുന്നു. ചൈന നൽകിയ മിസൈലൊക്കെ തകർത്തത് നമ്മൾ കണ്ടതാണ്. ഇതിന് പ്രതികാരം എന്ന നിലയിലാണ് ഇന്ത്യ തിരിച്ചടിച്ചത്. അപ്പോൾ റാവൽപിണ്ടിയിലുള്ള ഈ എയർപോർട്ട് അടക്കം തന്ത്രപ്രധാനമായ എയർപോർട്ടുകളെല്ലാം തന്നെ തകർത്തെറിഞ്ഞു. അതുകൊണ്ടാണ് പാകിസ്ഥാന് തിരിച്ചടിക്കാൻ കഴിയാതിരുന്നത്. എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് തയ്യാറായി വിമാനങ്ങളെല്ലാം സജ്ജമായിരിക്കുന്നു. അവിടുത്തെ സൈന്യം അതിന് തയ്യാറെടുപ്പ് നടത്തിയിരിക്കുന്നു. പുലർച്ചെ 4 മണിക്കുള്ള പ്രാർത്ഥന ശേഷം ഇന്ത്യയെ ആക്രമിക്കുമെന്ന് പറയുന്നു. പക്ഷേ അതിനു മുമ്പ് തന്നെ ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ച് ഇന്ത്യ അറ്റാക്ക് നടത്തി. ഒപ്പം നമ്മുടെ വ്യോമസേനയുടെ ആക്രമണവും ഉണ്ടായി. ഇതോടുകൂടി പാകിസ്ഥാൻ്റെ എയർഫോഴ്സിന്, അല്ലെങ്കിൽ അവരുടെ വിമാനങ്ങൾക്കൊന്നും റൺവേയിൽ നിന്ന് പറന്നു പൊങ്ങാൻ പോലും പറ്റുന്നില്ല. അത്തരത്തിൽ ഒരു തിരിച്ചടിയാണ് ഇന്ത്യ നൽകിയത്. അപ്പം അസിം മുനീറിന് എന്തിനാണ് ഈ ഫീൽഡ് മാർഷൽ പദവി നൽകിയത്? അപ്പോൾ ലോക രാജ്യങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും പാകിസ്ഥാൻ്റെ ചരിത്രം ഭാവിയിലൊക്കെ വായിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ ഇന്ത്യയുമായിട്ട് 2025 ഒരു യുദ്ധം നടന്നു, ആ യുദ്ധത്തിൽ ഇന്ത്യയെ 4 ദിവസം കൊണ്ട് പരാജയപ്പെടുത്തി, അങ്ങനെ ഫീൽഡ് മാർഷൽ പദവിയിലേക്ക് അസിം മുനീർ ഉയർത്തപ്പെട്ടു എന്നൊക്കെയുള്ള രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടാം. ഒരു
ഒരുപക്ഷെ പ്രധാനമന്ത്രിയും ഈ സൈന്യാധിപനും തമ്മിലുള്ള ആഭ്യന്തര തർക്കങ്ങളും ഇത്തരത്തിലുള്ള ഒരു പ്രതികരണത്തിന് കാരണമായേക്കാം. കാരണം ഈ അസിം മുനീറിന് ഫീൽഡ് മാർഷൽ പദവി കിട്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അന്ന് ഇന്ത്യയുടെ അടുത്ത് പാകിസ്ഥാൻ തോറ്റിട്ടും ജയിച്ചു എന്ന് പറയുന്ന ഒരു നരേറ്റീവ് സൃഷ്ടിക്കാൻ ശ്രമിച്ചു. അത് പാക് അനുകൂല മാധ്യമങ്ങളും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ചില പാശ്ചാത്യ രാജ്യങ്ങളുമൊക്കെ വലിയ രീതിയിൽ പ്രചരിപ്പിച്ചു. ഇതുകൊണ്ടാണ് ഇപ്പം ഷഹബാസ് ഷെരീഫ് അസർബൈജാനിൽ വെച്ച് ഇത്തരമൊരു ഏറ്റുപറച്ചിൽ നടത്തുന്നത്. ഞങ്ങൾ ഇന്ത്യ ആക്രമിക്കാൻ പദ്ധതി ഇട്ടു എന്നുള്ളത് ശരിയാണ്, ഞങ്ങൾ അതിനുള്ള എല്ലാ സജ്ജീകരണവും നടത്തി. പക്ഷേ പാക് സൈന്യത്തിൻ്റെ ഒരു അശ്രദ്ധ, അലംഭാവം ഇതിനെ കൃത്യമായിട്ട് ഇന്ത്യ മുതലെടുത്തു. അപ്പം നമ്മൾ പറയത്തില്ലേ, അവർ മനസ്സിൽ കണ്ടപ്പോഴേക്കും നമ്മൾ അടിച്ചു എന്ന്, ഇത് പറയുന്നതിന് തുല്യമാണ്. കാരണം പാകിസ്ഥാൻ 10-ാം തീയതി രാവിലെ ആക്രമിക്കാനെല്ലാം തീരുമാനിച്ചു, പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിച്ചു. അസിം മുനീർ പോയി കിടന്നുറങ്ങുന്നു, അല്ലെ പ്രധാനമന്ത്രി പോയി കിടന്നുറങ്ങുന്നു. പിന്നീട് പ്രധാനമന്ത്രി ഉണരുന്നത് അസിം മുനീറിൻ്റെ ഫോൺ സന്ദേശത്തെ തുടർന്നാണ്. കാരണം ഇന്ത്യ ആക്രമിച്ച് കഴിഞ്ഞു എന്നുള്ള സന്ദേശം. അപ്പം നമ്മുടെ അതിർത്തി മേഖലയിലേക്ക് ആക്രമിച്ചപ്പോഴാണ് നമ്മൾ തിരിച്ചടി നൽകിയത്. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ പൂർണ്ണ വിജയമായിരുന്നുവെന്നും ഞങ്ങൾ അക്ഷരാർത്ഥത്തിൽ പരാജയപ്പെട്ടു എന്ന് ഇവർ സമ്മതിക്കുകയാണ്. ഇത് തന്നെയാണ് ഇറാനിൽ പോയപ്പോഴും ഷഹബാസ് ഷെരീഫ് ഏതാണ്ട് പറഞ്ഞത്. കാരണം ഞങ്ങൾ ഒരു സമാധാന ചർച്ചയ്ക്കൊക്കെ തയ്യാറാണ് ഇന്ത്യയുമായിട്ട്, അതല്ല യുദ്ധത്തിന് വേണമെങ്കിൽ അതിനും തയ്യാറാണ്. 2 ആണവ ശക്തികളായ അയൽ രാജ്യങ്ങൾ, ഈ രാജ്യങ്ങളുടെ പ്രശ്നങ്ങൾ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിച്ച് പരിഹരിക്കണം. അങ്ങനെ പരിഹരിച്ചാൽ 2 രാജ്യങ്ങളുടെയും വികസനത്തിനും അഭിവൃദ്ധിക്കും അത് ഇടയാക്കും. ഇതൊക്കെ പറയുകയാണ്. അപ്പോൾ പ്രധാനമന്ത്രി അതിന് കൃത്യമായിട്ട് മറുപടി നൽകി, ഇതൊന്നും പറയേണ്ട കാര്യമില്ല, നിങ്ങൾ നടത്തുന്നത് ഈ പറയുന്ന നിഴൽ യുദ്ധമൊന്നുമല്ല, ഭീകരവാദികളെ, തീവ്രവാദികളെ ഉപയോഗിച്ച് ആക്രമണം നടത്തുകയാണ്, ഇതിനെ നിങ്ങളുടെ യുദ്ധതന്ത്രമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിലവിൽ ഇപ്പം അസിം മുനീറും അതുപോലെ തന്നെ ഈ ഷഹബാസ് ഷെരീഫും തമ്മിൽ ചില ആശയ ഭിന്നതകളുണ്ട് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു. കാരണം ഈ അസിം മുനീറിന് പാക് ഭരണകൂടത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കണം. കാരണം അവിടെ പട്ടാള മേധാവികളൊക്കെ ഭരിച്ച ഒരു രാജ്യമാണ്. അത്തരത്തിൽ അസിം മുനീർ ചില നീക്കങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. അന്ന് ഷഹബാസ് ഷെരീഫിൻ്റെ സഹോദരനായ നവാസ് ഷെരീഫ്, മുൻ പ്രധാനമന്ത്രിയാണ്, പറഞ്ഞിട്ടുണ്ട് എനിക്കൊരിക്കലും ഇതുപോലെ രാജ്യം നഷ്ടപ്പെട്ടതാണ്, അന്ന് ഇതുപോലെ പട്ടാള അട്ടിമറിയൊക്കെ നടത്തി, അതിനുള്ള മുന്നൊരുക്കമാണ് ഇപ്പോൾ അസിം മുനീർ നടത്തുന്നതെന്ന സൂചന നൽകി. അതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ ഷഹബാസ് ഷെരീഫ് ഈ സൈന്യാധിപനോട് പറഞ്ഞത് നിങ്ങളാണ് ഈ പ്രകോപനം ഉണ്ടാക്കിയത്, അതിൻ്റെ പരിഹാരവും നിങ്ങൾ തന്നെ കണ്ടോളൂ എന്ന് പറഞ്ഞത്. പിന്നീട് ഈ അടുത്ത സമയത്ത് മറ്റൊരു ഫോട്ടോ പ്രചരിച്ചിരുന്നു. അതായത് അസിം മുനീർ ഒരു ചിത്രം പ്രധാനമന്ത്രിയായ ഷഹബാസ് ഷെരീഫിന് സമ്മാനിക്കുന്നു. അതായത് ഇന്ത്യയെ പാകിസ്ഥാൻ പരാജയപ്പെടുത്തി അവരുടെ ടാങ്കുകളൊക്കെ ഗർജിക്കുന്ന ചിത്രം, അല്ലെങ്കിൽ ഒരു യുദ്ധത്തിൻ്റെ മനോഹരമായ ആക്രമണത്തിൻ്റെ ദൃശ്യം, ഇതൊക്കെയാണ് ആ ചിത്രത്തിൽ ഉൾപ്പെട്ടത്. എന്നിട്ട് ഇന്ത്യയെ തോൽപ്പിച്ച ഫോട്ടോ അവരുടെ സൈന്യാധിപൻ പ്രധാനമന്ത്രിക്ക് നൽകുന്നു എന്ന രീതിയിലാണ് പ്രചരിപ്പിച്ചത്. പക്ഷേ ഫാക്ട് ചെക്ക് നടത്തിയ ലോകത്തെ എമ്പാടുമുള്ള മാധ്യമങ്ങൾ കണ്ടെത്തി 2019 ചൈന നടത്തിയ ഒരു ആക്രമണത്തിൻ്റെ, ചൈന നടത്തിയ ഒരു മുന്നേറ്റത്തിൻ്റെ ചിത്രം, അതായത് ഒരു പരിശീലന പരിപാടിയോ മറ്റോ ആയിരുന്നു. യുദ്ധ സന്നാഹങ്ങളൊക്കെ എടുത്ത് പരിശീലിക്കുന്ന മോക്ക് ഡ്രില്ലുകളൊക്കെ പോലെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കും, അതിൻ്റെ ചിത്രമാണ്. അപ്പം ഇവിടെയും അസിം മുനീറും, അതായത് ഒരു രാജ്യത്തിൻ്റെ എന്താ പറയുക സർവ്വസൈന്യാധിപൻ, അയാളും അതുപോലെ തന്നെ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും ലോകത്തിന് മുന്നിൽ നാണം കെട്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അസർബൈജാനിൽ വെച്ച് പറയുന്നത് ഞങ്ങൾ ഇന്ത്യ ആക്രമിക്കാൻ പദ്ധതി ഇട്ടിരുന്നു, ശരിയാണ്, ഞങ്ങൾ 9-10 തീയതികൾ അവർക്കെതിരെ കടുത്ത ആക്രമണം നടത്തിയേനെ, പക്ഷേ നിർഭാഗ്യവശാൽ സൈന്യം കാണിച്ച ഒരു അലംഭാവം കൊണ്ട് ഞങ്ങൾക്ക് അവരുടെ ആക്രമണത്തെ ഫേസ് ചെയ്യേണ്ടി വന്നു. അതായത് ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ചാണ് ഇന്ത്യ ആക്രമണം നടത്തിയത്. സൂപ്പർസോണിക് മിസൈലുകളെ തടയാനുള്ള ഒരു സംവിധാനവും നമ്മുടെ ഭാഗത്തുനിന്നില്ലായിരുന്നു. ഇവർ കൃത്യമായി ലക്ഷ്യം വെച്ചത് ഭീകര കേന്ദ്രങ്ങളെ മാത്രമല്ല നമ്മുടെ തന്ത്രപ്രധാനമായ എയർ ബേസുകളെ കൂടിയാണ്. അപ്പം ഒരു വ്യോമസേനയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിമാനങ്ങൾ അവിടുന്ന് പറന്നു പൊങ്ങാനോ അല്ലെ ലാൻഡ് ചെയ്യാനോ ടേക്ക് ഓഫ് ചെയ്യാനോ ഒന്നും പറ്റിയില്ല എങ്കിൽ പിന്നെ ആ യുദ്ധതന്ത്രം പാളിപ്പോയി എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ ഷഹബാസ് ഷെരീഫ് എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ലോകത്തോട് വിളിച്ചു പറയുകയാണ്, യുദ്ധത്തിൽ ഇന്ത്യയോട് ഞങ്ങൾ പരാജയപ്പെട്ടു. അസർബൈജാൻ എന്ന് പറയുന്ന പാകിസ്ഥാനെ സഹായിച്ച രാജ്യത്ത് ചെന്ന് ഇത് പറയുമ്പോൾ ലോകമെമ്പാടുമുള്ള ഭരണാധികാരികൾ, ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങൾ ഇത് ശ്രദ്ധിക്കുന്നു. അപ്പോൾ പലതവണയായിട്ട് ഇന്ത്യ പറഞ്ഞു കൃത്യമായ അടി നമ്മൾ കൊടുത്തിട്ടുണ്ട്, പാകിസ്ഥാന് ഒരു പൂ ചോദിച്ചപ്പോൾ പൂക്കാലമാണ് നമ്മൾ കൊടുത്തത്. ഇത് അഡ്മിറ്റ് ചെയ്യുന്ന നിലപാടാണ് അവരുടെ സൈന്യാധിപനായ അസിം മുനീറിനെ മുന്നിലിരുത്തിക്കൊണ്ട് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇപ്പോൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.